കാൽമുട്ട് വേദന അനുഭവിക്കുന്ന രോഗികൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒ പിയിൽ എല്ലാ ദിവസവും ഒരുപാട് പേര് നമ്മൾ വന്ന് കാണിക്കാറുണ്ട്. എല്ലാവരും പ്രായം ചെന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും പ്രായമായി എനിക്കിപ്പോൾ ഒരു 70 വയസ്സായി, 75 വയസ്സായി, അല്ലെങ്കിൽ 80 വയസ്സായി, എനിക്കിനി ഒരു ഓപ്പറേഷൻ ഞാൻ താങ്ങുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യണോ, എനിക്കിപ്പം നടക്കാൻ വയ്യ, ഇനി തീരെ നടക്കാതായി പോവോ ഈ ഓപ്പറേഷൻ ചെയ്താൽ? ഇതൊക്കെയാണ് പലരുടെയും പേടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ, നമ്മൾ ഈ മുട്ട് മാറ്റി വയ്ക്കൽ അല്ലെങ്കിൽ സന്ധി മാറ്റി വയ്ക്കൽ ചെയ്യുന്ന നമ്മൾ കൂടുതലും പ്രായം ചെന്ന ആൾക്കാർക്കാണ്. ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടിലെ വേദന മാറാനും പൂർവാധികം പഴയ രീതിയിൽ നടക്കാനുള്ള സാധ്യതയും ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. ഇപ്പോൾ 20 കൊല്ലം മുമ്പുള്ള ഒരു സാങ്കേതിക വിദ്യ അല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ മെഡിക്കൽ ടെക്നോളജീസ് എല്ലാം അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ കാൽമുട്ടിനുള്ള ഉപകരണങ്ങളും അതിന് റീപ്ലേസ്മെൻറ്റിനുള്ള പ്രോസസ്സുകളും അതിൻ്റെ ഡിസൈനുകളും എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വയസ്സായ ഒരാളെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സേഫ്റ്റി ലെവൽസും ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രായമായ ഒരാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ വേറൊരാളുടെയും ആശ്രയം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയത് കാരണം തന്നെ ഇതിനുള്ള സർജറിയുടെ സക്സസ് പെർസെൻറ്റേജ് വളരെ കൂടിയിട്ടുണ്ട്. 96 മുതൽ 98% ഇപ്പോൾ നമുക്കൊരു നീ റീപ്ലേസ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ്. അപ്പം അത് ഉപയോഗിച്ച് നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ സർജറി ചെയ്ത് പെയിൻ ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിലൂടെ ലഭിക്കുന്നത്.